ബഹിരാകാശത്ത് കൂടുതൽ ഉയരം ലക്ഷ്യമാക്കിയുള്ള പൊളാരിസ് ഡോൺ ദൗത്യം ഇന്ന് നടക്കും. 2 വനിതകളുടെ അടക്കം 4 പേരാണ് ദൗത്യസംഘത്തിൽ ഉള്ളത്. ദൗത്യസംഘത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറുമായ അന്ന മേനോൻ്റെ മലയാളി ബന്ധം കേരളത്തിനും ഈ ദൗത്യം അഭിമാന നിമിഷം സമ്മാനിക്കുമെന്ന് ഉറപ്പാണെന്ന് അമേരിക്കയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നു. മധുവിൻ്റെ റിപ്പോർട്ട്. അപ്പോളോ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് കൂടുതൽ ദൂരത്തേക്കുള്ള ആദ്യ മനുഷ്യ ദൗത്യമാണ് പോളാരിസ് ഡോൺ ദൗത്യം. ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ ഉയരത്തിൽ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഡ്രാഗൺ പേടകത്തിലായിരിക്കും ഈ ദൗത്യസംഘം സഞ്ചരിക്കുക. പാതി മലയാളിയായ സ്പേസ് സയന്റിസ്റ്റ് ഡോക്ടർ അനിൽ മേനോന്റെ ഭാര്യയാണ് ദൗത്യസംഘത്തിലുള്ള അന്ന മേനോൻ. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ കുടിയേറിയതാണ് അനിൽ മേനോന്റെ പിതാവ് ശങ്കര മേനോൻ. യുക്രൈൻ സ്വദേശി ലിസ ആണ് അനിലിന്റെ മാതാവ്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം പകൽ 1:30 ഫ്ലോറിഡയിൽ നിന്നാണ് ഫാൽക്കൺ 9 റോക്കറ്റ് പേടകത്തിൽ ഈ ദൗത്യസംഘം പുറപ്പെടുക. മിഷൻ കമാൻഡർ ജാരഡ് ഐസക് മാൻ, മിഷൻ പൈലറ്റ് സ്കോട്ട് പൊറ്റീറ്റ്, മിഷൻ സ്പെഷ്യലിസ്റ്റ് സാറ ഗില്ലിസ് എന്നിവരാണ് ദൗത്യസംഘത്തിൽ അന്നയ്ക്കൊപ്പമുള്ള മറ്റു 3 പേർ. കുട്ടികൾക്ക് കഥ പറഞ്ഞ് ഡേ കെയറിൽ അവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് പണ്ട് അനിലും അന്നയും സ്പേസ് എക്സിലേക്ക് ജോലിക്ക് പോയിരുന്നത്. ഈ വർഷം അന്നയുടെ കഥകൾ കൂടി കൂട്ടിച്ചേർത്ത് കിസ്സസ് ഫ്രം സ്പേസ് എന്നൊരു പുസ്തകം കുട്ടികൾക്കായി പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന അനിൽ കുടുംബത്തെ കോർത്തിണക്കി നിർത്തിയ കഥകളുടെ ഓർമ്മയ്ക്കായി ഭൂമിയിൽ നിന്ന് ഏറെ അകലത്തിൽ അങ്ങ് ഭ്രമണപഥത്തിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ അന്ന വീണ്ടും കഥകൾ വായിക്കും കുട്ടികൾക്കായി. കേൾക്കാനായി കുട്ടികൾക്കൊപ്പം നമുക്കും കാത്തിരിക്കാം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.